എന്തെല്ലാം കൂത്തുകളാ കാണിക്കുന്നത്. പടച്ചവനെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നിക്കാഹ് വന്നാൽ സഹോദരാ, ഇതുപോലെ എന്തെല്ലാം വൃത്തികേടുകളാണ്. അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഇന്നത്തെ കല്യാണങ്ങൾ ഒരു ദിവസമല്ല സഹോദരാ. പടച്ചവനെ, എത്ര ദിവസം? 4 ദിവസം കല്യാണമാണ്. എന്തെല്ലാം അനാചാരങ്ങളാണ്. എല്ലാവരും ഒരേ കളറുള്ള വസ്ത്രമാണ്. ആണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറ്, പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറ്. പെങ്ങളെ, എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ സഹിക്കാൻ കഴിയുമോ പെങ്ങള്? ഇതെല്ലാം കണ്ടിട്ട് ഏറ്റവും വലിയ സങ്കടമെന്തെന്നറിയുമോ? എടോ, ഏത് കുടുംബത്തിലും ഒരു നല്ല മനുഷ്യനുണ്ടാകും. ഏത് കുടുംബത്തിലും പടച്ചവനെ ഒരു നല്ലവനുണ്ടാകുമല്ലോ. എന്നാൽ ഇന്നത്തെ കുടുംബങ്ങളിൽ ഒരു നല്ല മനുഷ്യനില്ലാതെ പോകുന്നു. കുടുംബത്തിലൊരു കല്യാണം നടക്കുന്നു, എല്ലാം ഒരേ തുണി. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒറ്റ കളറ്. ശരിയാ, കഫൻ തുണിക്ക് ഒരേ കളറ് തന്നെയാണ്. ഇതിനാ പിന്നെ 5000 രൂപയുടെ ചുരിദാർ വാങ്ങിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ഫർദയിട്ട് മറക്കാനുള്ളതാ? ഇത് നാട്ടുകാരെ കാണാനുള്ളതല്ലേ? നീ താടിയും തഴമ്പും ആയിട്ട് ഇങ്ങനെ തങ്ങളായിട്ട് നടന്ന് നീ രക്ഷപ്പെടുന്ന? ഇല്ല ചങ്ങാതി, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ നീ എത്ര വലിയ മഹാനാണെങ്കിൽ അല്ലാഹു വെറുതെ വിടത്തില്ല. തന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരു പ്രവർത്തനം കണ്ടാൽ അങ്ങനെ പറയുന്ന ചിലരുണ്ടടോ. അത് പറയുന്ന ചിലരുണ്ടടോ. നമ്മളിൽ പലരും ചോദിക്കാറില്ലേ, എന്തിനാ നീ മാത്രം എല്ലാത്തിനും എതിര് നിൽക്കുന്നത്? ഏത് കാര്യത്തിനും നീ എതിരാണല്ലോ, നീ എല്ലാത്തിനും എതിര് പറയുമല്ലോ. എന്തിനാ നീ മാത്രം ഇങ്ങനെ ചാടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ഈമാനുള്ളവര് പ്രതികരിക്കുമടോ, ഈമാനുള്ളവര് പറയുമടോ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കാണുമ്പോ അവര് പ്രതികരിച്ചു പോകുന്നത്. അതാരായാലും അവര് പറയുമടോ, അതാരായാലും അവിടെ പറയുമടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നബി തങ്ങൾ അവിടെ പറയുകയാണ്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നിന്റെ മുമ്പിൽ